ഇതേമാതിരി കുറച്ച് കുഴികളുണ്ടോ അതിൽ? ആ കുത്താന വരുമ്പോ കയ്യും കുത്ത് കരിയും കുത്ത് വേണ്ട. ആ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെ ഉണ്ടോ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം അറകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അറകളാണ്. കൂട്ടമായിട്ട് വന്ന് തമ്പടിക്കുന്ന ഈ സന്യാസിമാരും അതുപോലെ തന്നെ ഗുഹാവാസികളായിട്ടുള്ള ആളുകളും സഞ്ചാരികൾക്കൊക്കെ താമസ സൗകര്യം അക്കാലത്ത് നൽകിയിരുന്ന ഒരു സ്ഥലമാണ്. ഹായ് 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 ചെങ്ങന്മാർ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുള്ളത് പൂനെയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ കണ്ടില്ലേ, കേരളാസ് കേവ്. ആ കേവിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ പോന്നിട്ടുള്ളൂ. ഇതെന്താ വെച്ചാൽ എല്ലാ വീഡിയോ ഒരുമിച്ച് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല. അത് അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ അവിടെ കയറിയിട്ട് അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അതെന്താ സംഭവം? ഒഴിഞ്ഞ സ്ഥലത്ത് ഞങ്ങളിതുപോലെ വണ്ടി നിർത്തി. ഇവിടെ നിന്ന് കുക്കിങ് കാര്യമൊക്കെ കഴിഞ്ഞാലൊക്കെ ഒക്കെ സെറ്റായി. ഞങ്ങളുടെ ഫുഡൊക്കെ ഉണ്ടാക്കി രാവിലെ ചായ കുടിക്കാതായിരുന്നു അവിടെ പോയിരുന്നത്. ചായയൊക്കെ കുടിച്ചു. ഇനി ഇവിടെ ബുജ കേവ് ഉണ്ട്. അതായത് ഇവിടുന്ന് ഇവിടുത്തെ ഈ കേവിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഈ റോട്ടിന് തന്നെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു കേവും കൂടി ഉണ്ട്. അതായത് അതും തന്നെ ഈ ബുദ്ധിസ്റ്റുകൾ നിർമ്മിച്ചുള്ള ഗുഹകളാണ്. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊന്നല്ല, 1, 2 എന്നല്ല, 10-22 ഉണ്ട്. ഇതും തന്നെ ഒരു ഗുഹ കൂട്ടത്തിൽ ഒന്നാണ്. അപ്പോൾ അവിടേക്കാണ് ഈ നമ്മളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്താനും മറക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുന്ന് മെയിൻ റോഡ്, അതായത് മുംബൈ ടു പൂനെ ഹൈവേ തന്നെയാണ്. അവിടുന്ന് റൈറ്റിക്ക് ഭുജ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗ്രാമമാണ്, ഒരു ഗ്രാമത്തിൻ്റെ പേരാണത്. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ മേൽഭാഗത്ത്, ഇപ്പോൾ നമ്മളിവിടെ പോയ പോലെ തന്നെ ഗ്രാമത്തിൻ്റെ മേൽഭാഗത്തുള്ള കുന്നിലാണ് ഈ ഒരു കേവ് ഈ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഡിസൈനും കാര്യമൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ, ഏകദേശം വ്യത്യസ്തത ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെ കയറാം അല്ലേ, ഓരോരോ കാര്യങ്ങൾ പരിശോധിച്ച് അങ്ങനെ കയറാം. അപ്പോൾ അല്ല പോവാ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇറക്കണം ഉണ്ടല്ലേ, കയറി പോവാം നമ്മൾ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൂനെ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുംബൈ ആണ്. മുംബൈ പൂനെ ഹൈവേ ആണത്, എക്സ്പ്രസ് വേ. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ കണ്ട് ഇവിടുന്ന് നേരെ ഇതുവഴിയാണ്, നേരെ സ്ട്രൈറ്റുള്ള റോഡിന് പോയാൽ മതി. ഇതെല്ലാം ശ്രദ്ധിക്കണം, വണ്ടികൾക്ക് നല്ല സ്പീഡാണ് അവിടെ. ഓ ആട്ടുമുട്ടം നോക്കാം. ധാരാളം വണ്ടികളുണ്ടല്ലേ. ഇത് പൂനെയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് കേട്ടോ ഇതൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ പുരാതനമാണ്. പിന്നെ ഇവിടേക്ക് വിസിറ്റ് ചെയ്യാമെന്ന് കരുതുന്ന ആളുകൾ ഞങ്ങളെപ്പോലെ ഈ ഒരു ടൈം നിങ്ങൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്യരുത്. വേനൽക്കാലം ഇവിടെ അത്ര നല്ലതല്ല. ഇവിടെ 40 ഡിഗ്രിയോളൊക്കെ ചൂട് വരും. ഇത് ഈ ഗ്ലാസ് ഞങ്ങൾ വാങ്ങാനുള്ള കാരണം തന്നെ അതാണ്. കാരണം നമ്മൾ ഇനി കയറുന്നത് കുറച്ച് ഹൈറ്റിലേക്ക് കുറച്ച് കയറും. ഏതാണ്ട് 200-250 പടികളോളം ഇവിടെയും കയറാനുണ്ട്. അപ്പോൾ ചൂടിനെ കണ്ണിലേക്ക് ഓവർ പ്രകാശം വരുന്നത് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് 100 രൂപേൻ്റെങ്കിൽ 100 രൂപേൻ്റെ വാങ്ങി വെച്ചതാണിപ്പോൾ. അപ്പോൾ മഴക്കാലത്താണ് ഇവിടെ സന്ദർശിക്കേണ്ടത്. മഴക്കാലമാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സമയം. നമ്മൾക്ക് നല്ല കാലാവസ്ഥയിൽ ഇവിടെ വരാനൊക്കെ പറ്റും. ഈ ടൈമിൽ എന്താ വെച്ചാൽ ഫുള്ളായിട്ട് പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് ഉണങ്ങി കിടക്കുന്നൊരു ടൈമാണല്ലോ വേനലെന്ന് പറയുന്നത്. അതിലൊക്കെ കയറി പോണ ആളുകൾ അതാ കയറി പോണേ. അപ്പോൾ ഇവിടെ ഇടയിലൊക്കെ നിർത്തിയാൽ മതി എന്ന് പറയണേ. സംഭവം ശരി കേട്ടോ. ഇവിടെ ആൾ കുറവാണല്ലോ. ഇവിടെ അത്ര വലിയ തിരക്കൊന്നും കാണാനില്ലല്ലോ. കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന കച്ചവടങ്ങളാണ്. ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല അല്ലേ. വണ്ടി ഇങ്ങനെ മൂടിയിട്ട് 2 സൈഡ് കർട്ടൻ ഇട്ടിട്ടാണ് ഞങ്ങൾ അവിടെയും പോയത് ഇവിടെയും പോയത്. പക്ഷേങ്കിൽ അവിടെ നല്ല പാർക്കിംഗ് ആയിരുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒന്നുമില്ല. ഇവിടെ എന്താ വെച്ചാൽ ക്ഷേത്രം, അവിടുത്തെ ഹൈലൈറ്റ് ഒന്ന് ക്ഷേത്രം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഗുഹകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഹോളാണ്. ആ ചൈത്യമാണ് അതിൻ്റെ ഒരു
എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഒരു ഡിസൈനും കാര്യമൊക്കെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അതിൻ്റെ ഡിസൈനും കാര്യമൊക്കെ വളരെ നല്ല രസകരമായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ മേൽക്കൂര നല്ല ഹൈറ്റാണത്. ആ ഹൈറ്റിൽ അതേപോലെ തന്നെ ആവും ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 200-250 പടികൾ കയറാണ്ട് കേട്ടോ. നല്ല വെയിലാണ്, അത്യാവശ്യം നല്ല ക്ലിയറും വീഡിയോ ഒക്കെ ഉണ്ടാവും. നല്ല വെയിലാണ്, ഇതിലെങ്ങനെ കയറി പോകണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വേനൽക്കാലത്ത് ഇവിടേക്ക് വല്ലാതെ വരാതിരിക്കുമോ നല്ലത്. ഒന്ന് ചൂടിൻ്റെ ഒരു വിഷയം, പിന്നെ പച്ചപ്പ് കുറവായിരിക്കും. മറ്റ് മഴക്കാലമാണെങ്കിൽ ചൂടിൻ്റെ വിഷയമല്ല, ഈ പച്ചപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ മേലിൽ നിന്ന് ഒരു 1-2 വാട്ടർഫാൾസൊക്കെ നമ്മൾക്ക് ചെറുതായിട്ടേ കാണാൻ വേണ്ടി കഴിയും. പക്ഷേങ്കിൽ അത് ഇന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ തന്നെ നല്ല കല്ലുകൾ, പാറക്കല്ലുകൾ പോലത്തെ കല്ലുകൾ പതിച്ച് ഇരു സൈഡിലും ഇങ്ങനെ പടുത്ത് ഉയർത്തിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എൻ്റെ മക്കളെ, ഇവിടേക്ക് കയറിയപ്പോൾ തന്നെ അല്ലേ നമ്മളത്ര കയറിയുള്ളൂ. ആ റോഡാണ് കാണുന്നത്, അത്രേ കയറിയുള്ളൂ. ഇവിടേക്ക് വർഷത്തിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ഗുഹ തന്നെയാണ് ബജാ ഗുഹകൾ എന്ന് പറയുന്നത്. ഓരോ സീസണിലും, അതായത് മഴക്കാലമാണ് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് മേലെ വന്നിട്ട് വെള്ളമായിട്ട് ബന്ധപ്പെട്ട് ആൾ മാത്രമാണ് ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. അത് തന്നെ അധികം ദൂരം കയറുകയും വേണ്ട, കുറച്ച് ദൂരം കയറിയാൽ തന്നെ ഇവിടെ ചെറിയൊരു മരമുണ്ട്. ഒരു മരത്തിൻ്റെ ചെറുതണലിലിരുന്നാണ് അദ്ദേഹം കച്ചവടം ചെയ്യുന്നത്. ദാഹം വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള എല്ലാവിധ സൗകര്യം, എല്ലാ സംഭവങ്ങളും ഇതിനോട് പോയി വരട്ടോ. ഓക്കെ, അതിലേക്കാവോ പോയി വന്നിട്ട് നമ്മൾക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഇടുന്ന് ഇവിടെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒരു തുള്ളി വെള്ളം തരണം, അദ്ദേഹത്തിന് വരുമാനം ആയിക്കോട്ടെ, ഒരു തുള്ളി വെള്ളം തരണം എന്ന് കരുതി അദ്ദേഹം മാത്രമാണ് ഇവിടെ ഒരു കട ഇട്ടിട്ടുള്ളത്, വേറെ ആരുമില്ല. താഴത്തൊന്നും കടയില്ല. കിതയ്ക്കുന്നുണ്ട്. ഇനി മേലെ ഉണ്ടാവും കേട്ടോ, മേലെ ഉണ്ടാറിയില്ല, അതെ കയറിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. വേനൽക്കാലത്ത് ഞങ്ങളെപ്പോലെ സന്ദർശിക്കുന്ന ആളുകളാണെങ്കിൽ കുക്കുവോ കാറ്റുണ്ട് ചെറുമട്ടത്തിൽ അല്ലേ, ഒരു ചെറുമട്ടക്കാറ്റ് നമ്മൾക്കിങ്ങനെ കിട്ടും. ആ ഒരു മട്ടക്കാറ്റും കൊണ്ട് അങ്ങനെ കയറി പോകാം. അതെ, ഇത് ഏതാണ്ട് 2300 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മൾ അത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഇത് കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് യാതൊരുവിധ ക്ഷീണവും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് അത് കാണാനുള്ള ആവേശമായിരിക്കും. എന്നാ വ്യൂവാ മക്കളെ. അതായത് ഇത് സംഭവം ഞാൻ പറഞ്ഞ ചരിത്രം നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം. BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് 22 പാറകൾ മുറിച്ച് ഹീനമായ ബുദ്ധ ഗുഹകളുടെ ഒരു ശേഖരണമാണ് മേലെ ഉള്ളത്. നമ്മൾ അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകോ പോകുന്ന വഴിക്കുള്ള വ്യൂ അത് അതിമനോഹരമാണ്. ചുറ്റും മലനിരകളാണ്. ഇതാവൂല്ലേ ഭുജാഗ്രാമം എന്ന് പറയുന്നത് അല്ലേ. ഇതിങ്ങനെ ഫുള്ളായിട്ടൊരു ഗ്രാമമാണ്, അതിലങ്ങനെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. കയറി പോവാ, കുറച്ചും കൂടി പോകണം. എവിടെയാണിത്, ഒരറ്റവും കിട്ടുന്നില്ലല്ലോടെ. പടികൾ അങ്ങനെ കുറച്ച് കയറി പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ കുറച്ച് നിരപ്പായ സ്ഥലമാണല്ലോ ഇപ്പോൾ. ഇത് നമ്മൾക്ക് കുറച്ച് ആശ്വാസം പകരും. സ്റ്റെപ്പല്ല ചോട്ടും വേണ്ട. അതെ, മറ്റേ കാലിൻ്റെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ മസിലിനൊക്കെ വേദന വരുവാണ്. ഇത് പിന്നെ സാധാ നമ്മളുടെ നിരന്ന പ്രദേശത്തൂടെ നടക്കുന്ന പോലെ ഒരു ഫീലാണ്. എന്താ വ്യൂ, നല്ല വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ ആണ്. എൻ്റെ അമ്മ വെയിലിൻ്റെ കൊട്ടാരത്തിൽ ടൈം ഇപ്പം എന്താ അറിയോ, 12:30 മണിക്കാണ്. നട്ടുച്ച നേരത്താണ് ഞങ്ങളിത് കയറിക്കൊണ്ടിരിക്കുന്നത്. നട്ടുച്ച നേരം. ഇവിടെ ടിക്കറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉണ്ടാവും. ഇവിടെ ചെറിയൊരു തണലുണ്ട്. 10 മിനിറ്റ് കൂടി ഇരുന്നാലോ? ഓക്കെ, ഇവിടെ 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ. ഇതേക്കാരം ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് നിരക്കാണത്. ഇന്ത്യൻ സിറ്റിസിന് 25 അല്ലേ, ഫോറിൻസ് 300. ഓക്കെ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ പാറയുടെ മണ്ടയിൽ ഇത്രയും ചൂടുള്ളൊരു ഫാന് മാത്രമേ ഉള്ളൂ. അതിലങ്ങനെ പോകാം. പിന്നെ ഇവിടെ വരുമ്പോൾ ക്യാഷ് തന്നെ കയ്യിൽ കരുതുക. ഇവിടെ നല്ല ഞങ്ങൾ മുമ്പ് പോയിരുന്ന ഗുഹകളിൽ അവിടെ പോയാലും ക്യാഷ് തന്നെ കരുതുക. കാരണം എന്താ വെച്ചാൽ ഗൂഗിൾ പേ ഒന്നും അക്സെപ്റ്റഡ് അല്ല. അതുപോലെ തന്നെ കാർഡൊന്നും എടുക്കുന്നില്ല അവർ. ക്യാഷ് തന്നെ വേണം. ഇവിടെ തന്നെ 25 രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾ 50 രൂപ കൊടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തുനിന്ന് അവിടെ നമ്മളിരുന്ന ചെറിയ മരം, അതിൻ്റെ മുമ്പ് പിന്നെ ഒരു
ഏട്ടൻ വെള്ളം വെക്കുന്ന ഒരു മരം. പിന്നെ ഉള്ളത് ഈ ഒരു മരത്തിൻ്റെ തണലാണ് ഈ നട്ടുച്ച നേരത്ത് കയറുമ്പോൾ. ഇവിടെയും തന്നെ ഇവർ കുറച്ച് മോരും വെള്ളവും മാങ്ങയും ജ്യൂസുകളൊക്കെ ഉണ്ട്. റിട്ടേൺ നമ്മൾ റിട്ടേണിൽ കഴിക്കുക. അതുപോലെ തന്നെ ലഘുഭക്ഷണം ഉണ്ട് കേട്ടോ. ഇവിടെ ലഘുഭക്ഷണം ഉണ്ട്. ലഘുഭക്ഷണം ഇവർ രണ്ടുപേരുടെ ഷോപ്പാണത്. ഓക്കെ, നമ്മൾ റിട്ടേണിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാം, അവിടെ നിന്ന് കുടിക്കാം. ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ഇവിടെ. ടോഗോ അവർക്കൊരു ഹെൽപ്പ്. ഈ വരുന്നവർ വെള്ളം കുടിക്കണം, ആകുമ്പോൾ ജീവിക്കണം എന്ന് വരുന്ന ആളുകളല്ലേ. വേറെ അധികം തിരക്കൊന്നുമില്ലല്ലോ ഇവിടെ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ഈ ഉള്ള കുറച്ച് പേരേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ മൊബൈലിൽ കഴിഞ്ഞ വീഡിയോ പോലെ ആവും ഷൂട്ട് ചെയ്യുക. കുറച്ച് ക്ലിയറിന് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഫാമിലി ഒന്നുമില്ല, ഉള്ളി ചെക്കന്മാർ മാത്രമേ ഉള്ളൂ. അടാ ഇത് തന്നെയാണ് സംഭവം കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഗുഹകളുണ്ട്. ഇത് തന്നെയാണ് സംഭവം എന്ന് പറയുന്നത്. ടിക്കറ്റ് ഇവിടെ കൊടുക്കാം. ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല. നോ ഡ്രിങ്ക്, സേർട്ട് ഒന്നുമില്ല. ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഉണ്ടോ ഫുൾ CCTV സർവർ. പിന്നെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ബജാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതും അതേപോലെ തന്നെ ഒരു ഹാള് കണ്ട. ഒരു ഹാള്. ഇതിന് വലുത് നമ്മൾ അവിടെ കണ്ടേ. ഇതിൻ്റെ വലുത് എന്ന് പറയാൻ പറ്റുമോ നമുക്കത്? ഇതിനേക്കാൾ കുറച്ചും വലുപ്പമുണ്ടല്ലോ അത്. ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. അങ്ങനെ ഒരുപാട് അറകളാണ്. ഇതിലൊക്കെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് അറകളുണ്ട്. ഇവിടെ ഈ തണലത്തേക്കൊക്കെ ഇവിടെ ഈ തണലത്തേക്ക് നിന്നിട്ട് നോക്കാം. ഇത് അടിപൊളി കേട്ടോ. ഇത് നമ്മൾ കാണേണ്ട കാഴ്ച. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പഴക്കം ചെന്നതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഏകദേശം 400 അടി ഉയരത്തിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 400 അടി. അതായത് 400 അടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്ര 121 മീറ്ററോ അങ്ങനെ എന്തോ 100 മീറ്ററോ എന്തോ കണക്കുണ്ടല്ലോ. ഇവിടുത്തെ ഈ കൊത്തുപണികൾ എന്നൊക്കെ പറയുന്നത് പുരാതന വാസ്തുവിദ്യ, സ്തംഭം, മതപരമായ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുന്ന് പോലെയുള്ള ഘടനയിൽ നിർമ്മിച്ചിട്ട് അതിൽ ആണ് ഇത് കൊത്തി വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരുപാട് നമ്മളുടെ വാദ്യോപകരണങ്ങളൊക്കെ ധാരാളം കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എന്താ സംഭവം? ഇവിടെയൊക്കെ ഒരുപാട് ഇതേപോലത്തെ ചെറിയ ചെറിയ അറകളുണ്ടല്ലോ അല്ലേ? ഇവിടെയൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ അറകളുണ്ട്. ഇതിൽ വെള്ളമുണ്ട്. ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. ഈ കുഴിയിൽ വെള്ളമുണ്ട്. അതിലുണ്ടോ? അപ്പുറത്തേലും ഉണ്ടാവും അല്ലേ? പിന്നെ ഇവിടുന്ന് എങ്ങനെ ഇല്ലേ? അതിലുണ്ട് വെള്ളം കേട്ടോ. മോനെ, അതായത് ഈ ഭുജാഗുഹകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ചൈത്യഹാളാണ്. അതായത് ചൈത്യഹാൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ഹാള്, നമ്മളുടെ മീറ്റിംഗ് ഹാൾ എന്നൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് സംഭവം. ഉണ്ട് അതിന് നടുക്കൊരു ഭുജം അല്ലേ? ഭുജം തന്നെയാണോ ഞാൻ പറയുക? എന്തായാലും ഒരു മണി പോലെ അല്ലേ? എവിടെ ഉണ്ടോ? അതിൻ്റെ നേരെ മേലൊരു പ്രാവുണ്ടല്ലേ? അതാണ് മധ്യഭാഗത്തൊരു കൂറ്റൻ സ്തംഭമുള്ള ഒരു നിലയാണ് ഈ കാണുന്നത്. മേൽഭാഗം അത് തേക്കാണോ? ഫുള്ള് മരമാണ് ആ മേൽഭാഗം എന്ന് പറയുന്നത്. അതൊരു ഓവൻ ഷേപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഇതൊക്കെ കൊത്തുപണി, അതായത് ഇതൊക്കെ പാറ ഈ വലിയൊരു പാറ തുരന്നുണ്ടാക്കിയതാണെന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. അതായത് ഇതിലെ ആ കാലഘട്ടങ്ങളിൽ വ്യാപാരികൾ സഞ്ചരിച്ചിരുന്ന റൂട്ടാണത്. അവരുടെ വിശ്രമ കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ ഈ ബുദ്ധന്മാരുടെ ആശ്രമവും അവരുടെ വിശ്രമവും അവരുടെ ഒക്കെ അന്നും മരണപ്പെട്ടവരുടെയൊക്കെ എന്താ പറയുക, അവരൊക്കെ അടക്കം ചെയ്തതൊക്കെ ഇവിടെയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേങ്കിൽ അങ്ങനെ ഗൂഗിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ഗൂഗിളിൽ വല്ലാതെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കാൻ അവർ അയക്കുന്നില്ല. നമ്മളെന്തായാലും ഇതിനകത്തേക്കൊന്ന് കയറി പോകും. കുട്ടൊന്ന് കയറി പോയിക്കോ. ജിന്നത്തിന് വെയിറ്റ് ചെയ്യണ്ടല്ലോ. നമ്മൾ 25 രൂപ കൊടുത്തതല്ലേ. ചെരുപ്പ് വരണ്ടേ? പിന്നെ ഇത്രയും വൃത്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് ചെരുപ്പിട്ട് ചവിട്ടാൻ തോന്നുന്നുണ്ട് എനിക്ക്. നല്ല വൃത്തിയുള്ള സ്ഥലമല്ലേ കുക്കു? ഒന്ന് പോട്ടേണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഹായ് കാണിക്കുന്നേ.
ആ എന്ത് കുഴികൾ? കൊത്തിയെടുത്തതാ? ആ ചെറിയ കുണ്ടുകളുണ്ട് കേട്ടോ അതിൽ. അതായത് ഏകദേശം 22ഓളം പാറകൾ മുറിച്ച ഗുഹകളുണ്ടെന്നാണ്. അതിൽ സന്യാസിമാർക്കും ഇതുപോലത്തെ വ്യാപാരികൾക്കും പിന്നെ അല്ലാത്ത സന്ദർശകർക്കും അതുവഴി സഞ്ചരിക്കുന്നവർക്കും ഒക്കെ താമസിക്കാനുള്ള സൗകര്യം ആ കാലഘട്ടത്തിൽ ഇവിടെ നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താ അല്ലേ, ഇപ്പോഴല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു 2000-2500 വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് നമ്മളതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു ചൈത്യം എന്ന് പറയുന്നത്, ഒരു ഹോൾ എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഇവിടേക്ക് കയറി നോക്കട്ടെ. ഇതിനകത്ത് കൂടെ ഉണ്ടോ, ഇതൊക്കെയാണ് ഓരോ റൂമുകൾ എന്ന് പറയുന്നത്. ആ കാണുന്ന ചെറിയ ചെറിയ ഹോളുകളുണ്ടല്ലോ, അതൊക്കെ ശരിക്കും ഓരോ റൂമുകളാണ്. ഓരോ സന്ദർശകർക്കും അതുപോലെ തന്നെ വ്യാപാരികൾ ഇതുവഴി വരുന്നവർക്ക്, ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഒക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര ഹൈറ്റിലാണിത്? ഏകദേശം 400 അടി ഹൈറ്റിലാണ്. ആണ്ടാ ഇതുവഴിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ താമസിക്കാൻ, അവിടെയൊക്കെ നിൽക്കാൻ വേണ്ടി കഴിയും. തികച്ചും പാറയെ കൊത്തി മിനുക്കി അവയെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. ഓൻ കാണാതെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ്ടാ കൂടെ നിന്നിരുന്ന അത് ഒരാൾക്ക് കിടക്കാനുള്ള അതേ ഒരു സിസ്റ്റത്തിലാണ്. ഒന്ന് കിടന്ന് കാണിച്ചു കൊടുക്കാം. വാ, അത്തരത്തിലാണ്. അതായത് കൂട്ടമായിട്ട് വന്ന് തമ്പടിക്കുന്ന ഈ സന്യാസിമാരും അതുപോലെ തന്നെ ഗുഹാവാസികളായിട്ടുള്ള ആളുകളും സഞ്ചാരികൾക്കൊക്കെ താമസ സൗകര്യം അക്കാലത്ത് നൽകിയിരുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ കുത്തിയതാണ്. പിന്നെ ഏറ്റവും തീർച്ചയായും അത്ഭുതപ്പെടുകയാണ് നമ്മളിത് കാണുമ്പോൾ. നമുക്ക് അത്ഭുതമാണ്. ഇതൊക്കെ എന്ത് സംഭവം അറിയില്ല. ഇതൊക്കെ ചിലപ്പോൾ അന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ മൂർച്ച കൂട്ടി ആയതാവാത്. ഉള്ളിയൊക്കെ മൂർച്ച കൂട്ടിയിട്ട് ആവണതാവാം. അത്തരത്തിലുള്ളതൊക്കെ ആവാതെ അങ്ങനെ ഉളി തട്ടിയുള്ളതൊക്കെ പാടുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഈ സൈഡത്തെ ആവല്ല കേട്ടോ സംഭവം. ഇതിൽ കുറച്ച് സിമെൻ്റ് ഇവിടെ ഈ പൊട്ടലിന് വേണ്ടി വെച്ചതല്ലേ. അല്ല സിമെൻ്റ് ഒന്നല്ല, ഞാൻ സിമെൻ്റാണ് ചെയ്തത് ഫസ്റ്റ്. ഇതൊക്കെ കൊത്തി ഉണ്ടാക്കിയതാണല്ലോ. അത് കാണുമ്പോഴാണ് നമ്മൾ ഞാൻ അടുത്തതിൻ്റെ ഉള്ളിൽ പോയേക്കല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം അറകളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ അറകളാണ്. മക്കളെ, ഒരു ദിവസം ഒരു നൈറ്റ് നമ്മൾക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം തരുവാണെങ്കിലും, അതായത് ഒന്നുകൂടി ഡെവലപ്പായിട്ടല്ലേ. പക്ഷെ അപ്പോഴേക്ക് നശിച്ചു. അങ്ങനെ ആകുമ്പോൾ നശിക്കില്ലത്, അങ്ങനെ ആകുമ്പോൾ നശിക്കുന്നത് അല്ലാന്നാണെങ്കിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അതായത് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിനകത്തേക്ക് കറണ്ട് കാര്യമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിപരമായിട്ടൊക്കെ. അവൻ്റെ മക്കൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇവിടെ എന്തെങ്കിലും ലഗേജും കാര്യം ലൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണത്. പാറകളാണ് നിറഞ്ഞിട്ട്. മോനെ, ഇതൊരു രക്ഷയില്ലാത്ത പ്ലേസാണ് മക്കളെ. പൂനെയിലോട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉജാക്കി വന്ന് സന്ദർശിക്കുക എല്ലാവരും. ഇത് ഫുള്ള് ഇരുട്ടാണ് കണ്ടാ, ഇതിനകത്തൊക്കെ ഇരുട്ടാ. ഈ അറകളൊക്കെ കുറച്ച് വലുപ്പമുണ്ട് അല്ലേ. നല്ല ഒരു ഇളം കാറ്റ് നമുക്ക് ഇവിടുന്ന് വരുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ നിന്ന്. ഈ ഗ്യാപ്പിൽ നിസ്സാരമല്ല, നല്ല രസമാണ്. ഇവിടുന്ന് കാണുന്ന വ്യൂ മനോഹരമാണ്. അന്ന് ഞാൻ ആലോചിച്ച് നോക്കാം, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിരുന്ന എത്ര ആളുകളുണ്ടാവും. പിന്നെ നമ്മൾക്ക് അവരെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ചരിത്രത്തിൽ എവിടെയെങ്കിലൊക്കെ അവരുടെ പേരുകൾ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ആരുടെ ഒരു പേര് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ബുദ്ധ എന്ന് മാത്രമേ കാണാൻ വേണ്ടി കണ്ടുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട് കൊത്തി ഉണ്ടാക്കാനൊക്കെ. എത്ര വർഷം പണിയെടുത്തൊക്കെ അവർ പിന്നെ ഇതുപോലെ ആയി കിട്ടാം. നമ്മൾ കൊല്ലത്തിലോട് കയറുന്നുള്ളൂ. ഇതൊക്കെ ആയി കിട്ടില്ലേ. ഓഹോഹോ, ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയാൽ എങ്ങനെയുണ്ടാവും കുക്കുവേ ആയിവ. ഇവിടെ തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത റൂമുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആളുകൾ, 4-5 പേര് ഒരുമിച്ച് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യമാണ് ഇതിലേ ഉള്ളത്. ആയിവ, ഇവിടെ നിന്ന് നല്ല കാറ്റ് വരും, നല്ല രസമാണ് ഇവിടെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അറബിക്കടലിൽ നിന്ന് കിഴക്കോട്ട് ഡെക്കാൻ പീഠഭൂമിയിലേക്ക് വടക്കേ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയുടെ തമ്മിലുള്ള വിഭജനം കടന്നു പോകുന്നൊരു പ്രധാന പുരാതന വ്യാപാര പാതയിൽ ബജാ ഗ്രാമത്തിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. കാണുന്നതാണ്
400 അടി ഉയരത്തിൽ കേട്ടോ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഘടനകൾ കണ്ടിട്ട് അതായത് ഗൂഗിളിൽ നോക്കുമ്പോൾ അതിൽ പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇവരുടെ അതായത് ബുദ്ധാശ്രമത്തിൻ്റെ വിദ്യാലയമായിട്ട് കണക്കാക്കപ്പെട്ടു. അതായത് വിദ്യാലയമായിട്ട് ഇത് വിദ്യാലയമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വിദ്യാലയമായിട്ട് കണക്കാക്കപ്പെടില്ല, വിദ്യാലയമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇതിൽ അങ്ങോട്ടൊക്കെ പോകണ്ട, ഇതിലൊക്കെ എന്താ പൊട്ടിപ്പോയതാണല്ലോ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു, അത് പൊട്ടിപ്പോയതാണോ തോന്നുന്നു. അവിടേക്ക് കയറാൻ വേണ്ടി കഴിയില്ല. അതിനകത്ത് കൂടെ ഇഷ്ടംപോലെ റൂമുകളുണ്ട്. പിന്നെ ആ ഡിസൈനൊക്കെ കണ്ടില്ലേ, ഇത് എന്താ അറബികളും തുർക്കികളും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലെ വ്യാപാരികൾ സഞ്ചരിച്ചൊരു മേഖല ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്തരത്തിലുള്ള ചെറുകിട കൊത്തുപണികളൊക്കെ വന്നിട്ടുണ്ടെന്നും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്കത് കാണാൻ വേണ്ടി പറ്റുന്നില്ല എവിടെയാണെന്നുള്ളത്. അങ്ങനെയൊക്കെ അതിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾ വന്ന് അവിടെ ആയിരുന്നു. ഇതിലൊന്ന് കയറി നോക്കിയാൽ ഇവിടെ കുറച്ച് കൊത്തുപണി കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ജനാലൊക്കെ ഇപ്പോൾ ഇതുണ്ട്, ജനാല വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെ എഴുതിയുണ്ടല്ലോ ജനാലകൾ. അവിടെ ക്ലീനിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇത് പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ സിമെൻ്റൊക്കെ ഇട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് അവർ അല്ലേ. അത് നമുക്ക് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാവാം. എന്തെങ്കിലുമൊക്കെ ചതക്കാനും കുത്താനൊക്കെ ഉള്ളതാവാം. ഞാനിപ്പോൾ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സിമെൻറ്റ് കോട്ടിങ് കൂടി ഇതുമ്പോൾ വരുന്നുണ്ട്. ഡിസൈനൊക്കെ കണ്ട, ഇതൊക്കെയാണ് ഒറിജിനൽ കേട്ടോ. അവിടെയൊക്കെ പൊട്ടി, ഇതൊക്കെ ഒറിജിനൽ. ഇതൊക്കെയാണെങ്കിൽ അവർ സിമെൻറ്റ് ഉപയോഗിച്ചത്. ഇതൊക്കെ ഇനി പണിക്കാരുടെ ഡ്രസ്സും കാര്യമൊക്കെ വെച്ചേക്കാണ്. ഇവിടെ വലിയൊരു കുഴിയുണ്ടല്ലോ. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇരിക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ ഇവിടെ ഇരിക്കാം, നല്ല കാറ്റും കൊണ്ട്. അയ്യോ, ഇനി നമ്മൾ പോകുന്നത് ഇതിനകത്തേക്കാണ്. ഇവിടെ തന്നെ അത്തരത്തിലൊക്കെ തന്നെയാണ് കേട്ടോ റൂമുകൾ, ഒരുപാട് റൂമുകൾ ഇതിനകത്തു കൂടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതൊക്കെ അങ്ങനെ തന്നെ. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾക്ക് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെ ഒരു വസ്തുതപരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവിടെയൊക്കെ അത്ര തന്നെയാണ് അല്ലേ. ഇവിടെ കണ്ട ഒരു അറയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അവരോട് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഗൈസ് ഇതിൻ്റെ പണികളൊക്കെ നടന്നിട്ടുള്ളത്. മക്കളെ, ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാട്ടാ. ഇത് വന്നതിൽ എൻ്റെ അഭിപ്രായം എന്താ? വന്നില്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ല, നഷ്ടമായി. ഇതിലിങ്ങനെ പോവാം. ഇതിലിങ്ങനെ പോയിട്ട് അങ്ങോട്ടൊന്ന് പോവാം. ഇതിൽ സ്റ്റെപ്പ് കയറിയിട്ട് പോവാം. പക്ഷേങ്കിൽ അവിടെയൊക്കെ അവർ അടച്ചിട്ടിട്ടുണ്ട്. അതിലങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചിലപ്പോൾ വഴികളുണ്ടാവാം. പലതരം വഴികളും ഉണ്ട് ഇതിലെ. ഇവിടെയൊക്കെ അതേപോലെ തന്നെയാണോ? ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എണ്ണ ക്ലിയർ വെള്ളമോടാ. മീനും ഉണ്ട് ഇതിൽ. മീനല്ല, അന്നത്തെ കാലത്തൊക്കെ വെള്ളം ശേഖരിക്കാനുള്ളൊരു ഇതാണിത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതോ ഒരു മലനിരം വന്ന് 2 വാട്ടർഫാൾസ് കാണാൻ വേണ്ടി കഴിയും. അന്ന് ആ ടൈമിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം നിലനിർത്തിയിരുന്നത് ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു അണ കെട്ടിയിട്ട് അതിൽ നിന്നും വെള്ളം അങ്ങോട്ട് എത്തിച്ചേക്കുമായിരുന്നു. അത് വേനൽക്കാലത്തേക്ക് വേണ്ട വെള്ളം അവിടെ അണ കെട്ടി നിർത്തുമായിരുന്നു അവർ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ കാര്യങ്ങളാണ്. അത്തരത്തിൽ നിങ്ങൾ വരുന്നവർ തീർച്ചയായും ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരിക. ഒരു അലക്കലുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഉണ്ടാവും വിളക്ക് വെക്കാനുള്ളൊരു സ്പേസാണത്. വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ തീൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അല്ലേ. എത്തരത്തിലുള്ള വിളക്കുകളാണ്. ചിലപ്പോൾ ഒരു തിരിയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇതൊക്കെ ഇപ്പോൾ അങ്ങനത്തെ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഗുഹകളെ പോലെ തന്നെ, ഒരു റൂമുകളെ പോലെ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. ഇനി നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുവഴി പോയി നോക്കാം.
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് കൊത്തി പണിതുണ്ടാക്കിയതാണ്. അതായത് ഇതിനൊക്കെ അത്രത്തോളം ബലം ഉണ്ടാവുമോ, ഇത് ബലമുള്ളതാണോ എന്നൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ടാവും അല്ലേ. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്താ വെള്ളം എടുക്കുന്നൊരു സംഭവമുണ്ട്. ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം കുടിക്കാം. ഓ, ഈ വെള്ളം കുടിക്കാൻ കഴിച്ച് ഉണ്ടോ? ഓ, ഇതിപ്പോൾ അതിന് മുക്കിയെടുത്തുള്ള വെള്ളമാണ്. അതിന് വെള്ളം ഇപ്പോൾ മുക്കിയതാ. അതിപ്പോൾ ഒരു മുക്കി വെച്ചാണ് മറ്റേ 2 ചങ്ങന്മാർ. സംഭവം വെള്ളം ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഈ കുടിക്കണോ? രണ്ടാക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളമാണ്. വാ, എന്നാ വ്യൂ ആ മക്കളെ, എന്നാടാ വ്യൂ. മോട്ടം പറമ്പ് കൂടെ നടക്കുന്ന പോലെ ഒരു ഫീലാണ്. ഞാനും കുക്ക് നടന്നുകൊണ്ടിരിക്കുക. കുക്കൊക്കെ അതത് 1 വീലർ ദിക്രോഷൻ ഒരു കമന്റ് ഉണ്ടായിരുന്നല്ലേ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന പോലെ കുക്കുവിനെ വണ്ടൂരിലെ ഋതിക് റോഷൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇതാണ് പറഞ്ഞത് ഭുജകൾ, സ്തംഭങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ആ സ്തംഭങ്ങളാണത്. ഇതുമ്മലാണ് വർക്കുള്ളത്. ഉണ്ടാ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എങ്ങനെ ഉണ്ടാവും, ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാവാതെ അന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് അല്ലേ? ഇതുകൊണ്ടുള്ളൊരു ഉപയോഗം എന്തായിരിക്കും? അതിനുള്ളിൽ കൂടെ, ആ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊക്കെ അതെ. ഇവിടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഗൈഡുകളുണ്ട്, നമ്മൾക്ക് വേണമെങ്കിൽ അവരെ പർച്ചേസ് ചെയ്യാം. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞങ്ങളത് ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രം. എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഐഡിയ വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്തിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലും മറ്റും ഉള്ള അറിവുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അതേപോലെ പാറേനെ അങ്ങോട്ട് വെട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇനിയും മുന്നോട്ട് ഈ പാറച്ചെരിവിൻ്റെ അടിയിലൂടെ ഞാനും കുക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാവുണ്ട്. ഇവിടെ തന്നെ ഒരു മാവുണ്ട്. ഈ ഒരു മാവിൻ്റെ തണലിൽ വേണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണോ? വേണ്ട അല്ലേ, നമ്മൾ ക്ഷീണമൊന്നുമില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഫാൾസുകൾ ഇതാട്ടോ. ഇതിലൊരു വെള്ളച്ചാട്ടം ഉള്ളത് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ടോ? ഒരു ചാല് അല്ലേ, ഒരു ചാല് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അവർ ചെറിയ മട്ടത്തിൽ അണ കെട്ടിയിട്ടുണ്ടാവും. വലിയൊരു സ്ട്രോങ് അണയാണെന്നല്ല പറയുന്നത്, ഒരു ചെറുമട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ മേലെ എന്താ, ഇതിലൊന്ന് പോയി നോക്കാം. ഇതിലൊക്കെ ധാരാളം ഏരിയ കാണാനുണ്ട് കേട്ടോ. ഏകദേശം ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സമയം ചിലവാകും. ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഓജി കൊത്തുപണി, ഒരു തർക്കമല്ല. ഈ പാറയൊക്കെ ഉണ്ടാവും, ഒരു ഓട്ടയൊക്കെ ഉണ്ട് ഇതിനല്ലേ. കാലക്രമേണ സംഭവിച്ചതാവോ. ഇവിടേക്ക് പിന്നെ അതിന് കുറച്ച് സിമെൻറ്റ് വെച്ച് ഇവിടുത്തെ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ഇതിന് തന്നെ മേൽഭാഗത്ത് കുറച്ച് സിമെൻറ്റ് വെച്ച്. ഇതൊക്കെ ഓജിയാണ് കേട്ടോ. ഇത് കല്ലാണ്, ഇതിൻ്റെ ഇടയിൽ സിമെൻ്റ് ഇല്ല കേട്ടോ. ഓജിയ എത്ര ആൾ പണിയെടുത്തേക്കും, ഒരുപാട് ആൾക്കാർ എത്ര ദിവസം എത്ര വർഷം പണിയെടുത്തേക്കും. അത്തരം കാര്യങ്ങൾ ചിന്തിച്ചാണ്ട് ഈ ഒരു ഗുഹയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസൈനും കാര്യങ്ങളുണ്ട്. അല്ലാതെ തന്നെ മൈൻഡ് വെച്ചാണ്ട് അല്ലേ. ഒരു ഡിസൈനൊക്കെ ഉണ്ടാവാം, അതൊക്കെ ചിലപ്പോൾ അവരൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഒരലക്കല് കുറച്ചേരം കൂടി ഇന്നിട്ട് ഞങ്ങൾ വീണ്ടും താഴ്ത്തിക്കാറുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ചെറിയൊരു മാവുണ്ട്. ഇവിടെ അവിടെ ഒരുപാട് കൊത്തുപണി ഫില്ലറുകൾ സംഭവങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ട്. ആദ്യം പോകുന്നത് ഇതിനകത്തേക്കാണ്. ഇതിനകത്തും തന്നെ ഇതുപോലത്തെ റൂമുകൾ തന്നെയാണല്ലേ. റൂമുകൾ തന്നെയാണ്. ഇതൊക്കെ കൊത്തിയെടുത്ത് റെഡിയാക്കി അവന്മാരെ ഞാൻ പറഞ്ഞില്ല എന്നാടോ ചെയ്യണ്ടേ. എന്തുവാടേ കാട്ടി ഫില്ലറുകളൊക്കെ ഉണ്ടാ. പിന്നെ ഇതിനകത്തും തന്നെ നമ്മൾ മറ്റേ ഹോളിൽ പോയ പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ.
പക്ഷേങ്കിൽ ഇത് മരമല്ല. സിമെൻറ്റോ? അത് ഇതിൻ്റെ സിമെൻറ്റും ഇതുമ്പോൾ പണി എടുത്തേക്കണ്. പക്ഷേങ്കിൽ ഈ ഒറിജിനലി ആകുമ്പോൾ ഒരു കൊത്തുപണി ചെയ്തതാണ്. പിന്നെ ഒരുപാട് ഡിസൈനുകൾ ആ സൈഡിൽ കൂടെ കടമേരെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയ ഗുഹയായിട്ട് ഉണ്ടാക്കിയൊക്കെ മാത്രമല്ല, അതിൻ്റെ പുറമെ ഇത്തരത്തിലുള്ള കൊത്തുപണികൾ കൂടി ചെയ്തിട്ടുണ്ട് അവർ. എടാ ഇത് എന്താ ആനയാണ്. ഇതിങ്ങനെ ഒരു ആനയാണ് കേട്ടോ, തുമ്പിക്കൈ. ഇതിലിവിടെ ഒരാളെ ഇരിക്കുന്നുണ്ട്, മാലയുണ്ട്, ബാക്കിൽ ഒരാളുണ്ട്. ഇതെന്ത് ദേവസങ്കല്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമോ അറിയില്ല. ഇതും തന്നെ അത്തരത്തിലൊരു കുതിരയുണ്ട്. പിന്നെ ബാക്കിൽ 3 പേരുണ്ട്. ഓ ഇത് രഥമാണോ? ഒരു രഥമാണോ? ഉണ്ട് ടയറൊക്കെ കണ്ട് അതിൻ്റെ. അടിയിൽ ഹനുമാന. അത് ശരിക്കും വ്യക്തമാവുന്നില്ല ഗൈസ്, ശരിക്കും വ്യക്തമാവുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ അതുപോലെ തന്നെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതും തന്നെ ക്ലിയർ പറഞ്ഞു. അവിടെ ബാക്കിൽ കുതിരമേലെ ഒരാൾ, ഇവരുടെ ബാക്കിൽ ഒരു രാജാവും ഭടന്മാരും പോവാണോ ഒരു ബാക്കിൽ, കുതിരൻ്റെ ബാക്കിലൊക്കെ ആളുകളുണ്ട്. പിന്നെ ഇവിടെ തന്നെ അതുപോലെ തന്നെ ഒരു ദേവസങ്കല്പമാകാം, അത്തരത്തിലുള്ള കൊത്തുപണികളാണ് കാണുന്നത്. ഇവിടെ പിന്നെ രാജാവ് പടവാളുകളെ കൊണ്ടൊക്കെ നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നുണ്ട് അല്ലേ? ഫില്ലറുകൾ ഇതിന് ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു വലിയൊരു ഹാളാണ്. അതിനകത്ത് ഇഷ്ടംപോലെ അറകളുണ്ട്, ധാരാളം അറകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അതും തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചത്. ഇതൊക്കെ എന്തിനാ ഇവർ അടച്ചിട്ടേക്കുന്നത്? ഞാൻ തുറന്നിട്ട് അതൊക്കെ കണ്ടുകൂടല്ലേ. പിന്നെ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു മുറിയാണ്, സാധാരണ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ സൈഡിലേക്ക് ഇവിടെ പോകുമ്പോൾ അവിടെ ഒന്നുമില്ലേ? കഴിഞ്ഞോ? ഇവിടെയൊക്കെ ഇപ്പോൾ ഇവർ സെക്യൂരിറ്റിമാർ അവരുടെ സാധനങ്ങൾ തിങ്സൊക്കെ വെക്കുന്നതൊക്കെ ഈ മുറികളിലാണ് കേട്ടോ. പാറക്കെട്ടുകളുടെ ചോട്ടിലൂടെയാണ് നമ്മളുടെ നടക്കൽ. ഇതൊരു വട്ടത്തിനുള്ളൊരു സ്ഥലമാണല്ലോ. ഒരു വട്ടമാണല്ലോ അല്ലേ? ഇവിടെ തന്നെ ഒരുപാട് പേർക്ക് എത്തുന്നില്ലേ? പാട്ടായിട്ടാണ് എത്തുന്നത്. അതെ, അവിടെ എത്തുമ്പോൾ എനിക്ക് നിറയെ എത്തുന്നുണ്ട്. അവനൊക്കെ എൻ്റെ ഞരമ്പ് പൊട്ടും അയക്കല്ലേ. അതിന് പറഞ്ഞ ഞരമ്പ് പൊട്ടുവാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ തല വരെ വന്നപ്പോൾ ഉള്ള കാഴ്ച. ഞാൻ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് പോയാൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കണ്ടിട്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങോട്ട് വേഗം അങ്ങനെ വീണ്ടും വന്ന വഴിയിലേക്ക് തന്നെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇതുവഴി ഇങ്ങനെ വഴി കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. ആളുകളൊക്കെ പോകുന്നുണ്ട്, അപ്പം ഉണ്ടാവും അല്ലേ? ആളുകളൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പം ഉണ്ടാവുമല്ലോ. എന്നാലും ഇവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഗൈസ്, ഹൈലൈറ്റ്. ശൈത്യം സംഭവം. നമ്മൾ ആദ്യം കണ്ടൊക്കെ ലാസ്റ്റ് കണ്ട് അവിടെ കണ്ടോ പോയി ഉണ്ടാക്കിയ ഇത് വന്ന് കയറുന്നവിടെ തന്നെയുള്ള മുറികളാണ്. ആ കിണത്തിൽ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടാവും മോനെ. ഇതിൽ കുറച്ച് ഡിസൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈട് ഇവിടെ ഒരാൾക്ക് കറക്റ്റായി കയറി പോവാം. ഓക്കെ ഇവിടെ ഇതെന്താ ഒരു ആന ഉണ്ടാവും അല്ലേ? ആന എന്തോ ഉണ്ട്. ഇതിലാണ് നേരത്തെ നമ്മൾ നോക്കിയത്. ഇതിലാണ് അങ്ങോട്ട് പോയാലോ. ഇവിടെയൊക്കെ അതിന് സിമെൻ്റൊക്കെ ഇട്ട് ഇവന്മാരെ ലെവലിലേക്ക് മാറ്റിയിട്ട് കാര്യങ്ങൾ അല്ലേ? വർക്ക് ഒരു ഗുഹ ഉണ്ടാക്കിയേക്ക് മാത്രമല്ല, അവന്മാരുടെ പണിയെടുത്തിട്ടുണ്ട് അവർ. ഗുഹക്കുള്ളിലൂടെ എങ്ങനെ പോവാം? ഹലോ, ആരുണ്ടോ? ഇനി നെക്സ്റ്റ് പ്ലേസ് ഇവിടെ അത്തരത്തിലുള്ളൊരു ഇതൊരു ഹോളാട്ടോ. ഇതിങ്ങനെ 2 ജനലുകളൊക്കെ ഉള്ള ഒരു ഹോളിലേക്ക് വന്നിട്ട്
പിന്നെ റൂമുകളാണ് അല്ലേ, പിന്നെ റൂമുകളാണ്. ഇത് റൂമുകൾ തന്നെ അല്ലേ, ഇതൊക്കെ പരമായിട്ടാണ് കാണുന്നില്ല. ആ റൂമുകൾ തന്നെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ അസാധ്യം. ഇവിടെ എന്താ വെച്ചാൽ ഒരുമിച്ച് കൂട്ടത്തോടെ നാട്ടർത്താനൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് കച്ചവടത്തിന് പോയപ്പോൾ അന്ന് അവിടെ നിന്ന് കണ്ടീര ചെങ്ങായി എന്നൊക്കെ പറയുന്നത് ഏത് ആ ഒരു ടൈം ആ ഒരു ഏരിയ ആണിത്. ഇതൊക്കെ ഇങ്ങനെ വല്ല അടക്കേ അങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ കുത്തിച്ചതച്ചിരുന്ന സംഭവങ്ങളൊക്കെ ആവാം, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടത് ഒരു കളിയുടെ ഭാഗമാവാം, അന്നത്തെ ഒരു ഗെയിമാണ് അത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമേ, ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളന്ന് അവിടെ നിന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു മറ്റേ സാധനം കൊണ്ടുവരാന്ന്, അത് കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഇവിടെ കുത്തിർക്കും, എന്നിട്ട് ഇപ്പുറത്തുണ്ടാവും, എന്നിട്ട് ഇതേമാതിരി കുജുണ്ടാവും, ഇതേമാതിരി കുറച്ച് കുഴികളുണ്ടാവും. എന്നിട്ട് അതിൽ ആ കുത്താന വരുമ്പോൾ കയ്യും കുത്ത് കരിയും കുത്ത് വേണ്ട. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പേസിലേക്കാണ്. പക്ഷെ ഇവിടെ 12 ഇവിടെ നമ്മൾ ആ ഒരു എന്താ മഴക്കാലമാണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് പച്ച നിറഞ്ഞ കിടക്കാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മഴക്കാലത്തോടെ വന്ന് വിസിറ്റ് ചെയ്തില്ലല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ പച്ചപ്പുണ്ടാവും. പിന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന് കാണുന്ന കാഴ്ച അത് എത്തരത്തിലുള്ളതായിരിക്കും, ഈ മലനിരകളുടെയൊക്കെ ഒരു ഭംഗി എന്തായിരിക്കും. ഓഹ്, ഇത്തരം വീടുകളൊന്നും താഴത്തുണ്ടായിരുന്നുണ്ടാവില്ലല്ലോ, ഈ റോഡ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ. ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം നോക്കും നമ്മൾ ഇത്തരം പ്ലേസുകളിലേക്ക് വരുമ്പോൾ. നമ്മൾ സ്വയം നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം, അന്ന് എങ്ങനെയായിരിക്കും എന്നൊരു നമ്മൾ ഭാവനയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയണം നമ്മൾക്ക്. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെ കുറേ ഇവരുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുവാണ് ഇതുപോലത്തെ. അവിടെ വെള്ളം ഉണ്ടോ, ഒരു കുളമുണ്ട്, ഒരു കുളം. അതായണ്ടാ നല്ല ആയണ്ട്. അതിന് ഇത് ഗുണാക്കീവിലൊക്കെ വീണ പോലെ നമ്മളെ പയ്യന്മാർ വീണ പോലെയൊക്കെ വീണാൽ എന്താ പറ്റിയത് ഈശ്വര. എല്ലാണല്ലോ മഞ്ഞുമൽ വോയിസ് കണ്ടിട്ട് പേടിയായത്, ഇല്ലെങ്കിൽ ഇതൊന്നൊരു പ്രശ്നമല്ലേ. എന്തൊക്കെ അപ്പോൾ കഴിഞ്ഞു, എൻഡായി. ഓന്തുണ്ടല്ലേ. അപ്പോൾ ഈ മലയുടെ ഈ ഒരു ചെരുവിൽ ചെയ്തിട്ടുള്ള ഈ കല അല്ലെങ്കിൽ ഈ ഒരു ഗുഹ ഞങ്ങൾ കണ്ടു. ഞാനും കൊക്കും ഇവിടെ നിന്ന് മടങ്ങുവാണ് അല്ലേ. അപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോയോക്കാം. അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ ജീവനോടുണ്ട്. നമ്മളിപ്പോൾ മേലെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വണ്ടി ജീവനോടുണ്ട്, വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. ചെക്ക് ചെയ്തില്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ അടുത്ത എവിടെയൊക്കെ പോകണം നോക്കിയിട്ടില്ല, നോക്കട്ടെ അല്ലേ. ഓക്കെ ബൈ.